സുഹൃത്തുക്കളെ, ഈ മുനമ്പം വിഷയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വിഷയം വഞ്ചനയാണ്. ഫറൂഖ് കോളേജ് മറ്റുള്ളവരുടെ സ്വത്ത് മറിച്ചു വിറ്റു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പാട്ടത്തിന് കിട്ടി, അതായത് ഒരാൾ വാടകയ്ക്ക് തന്നൊരു സാധനം എങ്ങനെ വഖഫ് ചെയ്യാൻ കഴിയും എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ആധാരം എഴുതിയവർ ആര്? ഇവരൊക്കെ മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്നോ? ഇവരൊക്കെ കൈക്കൂലി വാങ്ങിയിരുന്നോ? ഇവരൊക്കെ ആരാൻ്റെ സ്വത്ത വേറെ ആർക്കെങ്കിലും എഴുതി കൊടുത്തോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. കണ്ട സ്ഥലത്തൊക്കെ കുരിശ് നാട്ടി അവിടെ രണ്ടാൾക്കാരെ കുടിയിരുത്തി ആ സ്ഥലങ്ങളൊക്കെ സ്വന്തമാക്കുക എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. പിന്നെ വഖഫ്, ഒരിക്കൽ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സമയവും അത് വഖഫ് എന്നുള്ള സംഗതി മാറണം. പിന്നെ വഖഫ് മാനേജ്മെൻറ്റ് ബോർഡ് അത് രാജ്യതലത്തിൽ നിന്നും മാറ്റണം, അതൊരു പഞ്ചായത്ത് തലത്തിലേക്ക് മാറ്റണം. ആ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ പള്ളി ഖബർസ്ഥാനും ഒക്കെ നടത്തിയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് തോന്നുകയാണ് അവർക്ക് ക്രിസ്ത്യാനിയാകണമെന്ന് തോന്നുകയാണ്. അപ്പോൾ അവർക്ക് ആ പള്ളി ചർച്ചാക്കാം, ആ ഖബർസ്ഥാൻ സെമിത്തേരി ആക്കാം. അവരുടെ അവകാശമാണ്. അതിന് യു പിയിൽ നിന്നും അല്ലെങ്കിൽ ആ സംസ്ഥാനവുമായിട്ട് അല്ലെങ്കിൽ ആ പഞ്ചായത്തുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ അവകാശവാദം ഉന്നയിക്കരുത്. അത് തെറ്റാണ്. ഹൈന്ദവ തീവ്രവാദികൾ ചെയ്തതുപോലെ ബാബരി മസ്ജിദ് നിന്ന സ്ഥലം അത് അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ചരിത്ര രേഖകളൊന്നുമില്ല, ആരും ജീവിച്ചിരുന്നിട്ടുമില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, അമ്പലങ്ങൾ ചർച്ചുകളായിട്ടുണ്ടാകാം, അമ്പലങ്ങൾ പള്ളികളായിട്ടുണ്ടാകാം. ഈ പള്ളി എന്ന് പറയുമ്പോൾ തന്നെ കർണാടകയിലെ ഗ്രാമങ്ങൾക്ക് ഹള്ളി എന്നാ പറയുക, സ്ഥലങ്ങൾ ഒക്കെ, സ്ഥലത്തിനൊക്കെ. അപ്പോൾ ഹള്ളി എന്നുള്ളത് മലയാളത്തിലെത്തുമ്പോൾ കന്നഡയിൽ ഹ എന്ന് ഉപയോഗിക്കുന്ന വാക്ക് മലയാളത്തിൽ പ എന്നാ ഉപയോഗിക്കുക. ഇപ്പം എൻ്റെ നാട്ടിലൊരു സ്ഥലമുണ്ട് ഹേരൂർ. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ആളുകളൊക്കെ ആ സ്ഥലത്തിന് പേരൂർ എന്നാ പറയുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ അയൽവാസികൾ സംസാരിക്കുന്നത് തുളുവാണ്, ഞങ്ങൾ സംസാരിക്കുന്നത് മലയാളമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ തുളു സംസാരിക്കുന്ന ആളുകൾ കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ മലയാളം സംസാരിക്കുന്ന ആളുകൾ കൂടുതലായിരിക്കും. എന്തായാലും സ്ഥലങ്ങൾക്കൊക്കെ പേരും അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ ഈ ഹേരൂർ എന്നുള്ളതും ഈ പേരൂർ എന്നുള്ളതും സംഗതി ഒന്നാണ്. കാരണം കന്നഡയിൽ ഹാ പറയുക, ഇപ്പോൾ കന്നഡയിൽ 10 എന്നല്ല 10 എന്നാ പറയുക, 15 എന്ന് പറയില്ല, 15 എന്നാ പറയുക. അപ്പോൾ അതേപോലെ ഹള്ളി എന്നുള്ള പള്ളി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രാകൃത ബുദ്ധ ലാംഗ്വേജിൽ അത് സ്ഥലം. അപ്പോൾ എന്തുകൊണ്ട് ബുദ്ധന്മാർക്ക് മുസ്ലിങ്ങളായിട്ട് മതം മാറിക്കൂടാ എന്നുള്ള ഒരു ഇതുണ്ട് കേട്ടോ. ബുദ്ധ ക്ഷേത്രങ്ങളും പഴയ കാലങ്ങളിലൊക്കെ ഒരേപോലെ രീതിയിലായിരിക്കാം. ഇപ്പോൾ ബാബരി മസ്ജിദ് അവിടെ അന്ന് ബുദ്ധന്മാരായിരുന്നോ ഹിന്ദുക്കളായിരുന്നോ എന്നറിയില്ല, അവർ ചിലപ്പോൾ മുസ്ലിങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പള്ളി അല്ലെങ്കിൽ ആ പഗോഡയോ ബുദ്ധ ആരാധനാലയം പള്ളിയാക്കിയിട്ട് മാറ്റാം, അത് അവരുടെ സൗകര്യമാണ്. അതേപോലെ ഇനി ക്രിസ്ത്യാനികൾ നാളെ ഹിന്ദുക്കളാകണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ജോയ്ഫുൾ ഹ്യൂമൻസുകാരാകണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്യുക, ആ ചർച്ച് ഒക്കെ അതിൻ്റെ സെറ്റപ്പൊക്കെ മാറ്റി അവിടെ ജിമ്മ്, സിനിമ തിയേറ്റർ, പ്രൊജക്ടർ, മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഈ കുരിശിൽ ചത്ത് കിടക്കുന്ന ആ സാധനത്തൊക്കെ മാറ്റി എറിഞ്ഞ് അവിടെ നല്ലൊരു മനുഷ്യർക്ക് ഉപകാരമുള്ള സ്ഥലമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് അവർക്ക് സാധ്യമാകേണ്ടതാണ്. അതിപ്പോൾ പള്ളിയിലായാലും എന്തിന് വെറുതെ അറിയാത്ത ഭാഷയിൽ ഇങ്ങനെ കുറേ പറഞ്ഞ് കുറേ ആൾ ഉറക്കം തോന്നിയിട്ട് ഇങ്ങനെ എന്തിന് കാലം കഴിക്കണം. അപ്പോൾ അതിനെ ജോയ്ഫുൾ ഹ്യൂമൻസ് സെൻ്ററാക്കി മാറ്റണമെങ്കിൽ അവർക്കത് സാധിക്കേണ്ടതാണ്, ആ നാട്ടുകാർക്ക് അത് സാധിക്കേണ്ടതാണ്. ഒരു മഹലിലെ ഭൂരിപക്ഷം ആളുകളും ജോയ്ഫുൾ ഹ്യൂമൻസുകാരായി. അപ്പോൾ അവർ ഈ പള്ളിയെ രൂപാന്തരപ്പെടുത്തി ജോയ്ഫുൾ ഹ്യൂമൻസ് സെൻ്റർ ആക്കി മാറ്റുന്നതിൽ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആ സ്ഥലങ്ങൾ കാട് പിടിച്ച് മറ്റുള്ളവർക്ക് കയ്യേറാവുന്ന തരത്തിൽ ആക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ വനമ്പത്ത് വഖഫ് ഭൂമിയിൽ പള്ളികളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഭൂമിയില്ലാത്ത ആളുകൾക്ക് സർക്കാർ ഭൂമി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും മതമില്ലാത്തവനായാലും ഒക്കെ അത് സാമൂഹികമായ ഒരു കടമയാണ്. അങ്ങനെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കിട്ടണം. ഇപ്പം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുത്ത് അത് അർഹതപ്പെട്ടവർക്ക് നൽകണം, അല്ലെങ്കിൽ ബിസിനസ്മാൻമാർക്ക് ബിസിനസ് ചെയ്യാൻ നൽകണം. പക്ഷെ മതം വളർത്തുന്ന കത്തോലിക്കരെ പോലെയുള്ള മതം വളർത്തുന്ന മത തീവ്രവാദികൾക്ക് കൊടുക്കരുത്. താമസിക്കാൻ, അതിപ്പോൾ കത്തോലിക്കനായാലും ആരായാലും താമസിക്കാൻ ഭൂമിയില്ലാത്തവന് സ്ഥലം കൊടുക്കണം, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മറവിൽ ക്രിസ്ത്യൻ തീവ്രവാദികൾ അവരുടെ മതം വളർത്താൻ ശ്രമിക്കുന്നുണ്ടോ, അവരുടെ ഭൂമി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. 1927 ബ്രിട്ടീഷുകാർ നിയമമുണ്ടാക്കി സ്ഥലങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തി പിടിച്ചെടുത്ത് ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് 1965 അതൊക്കെ സർക്കാർ ഭൂമിയാണെന്ന് നിയമം ഉണ്ടാക്കിയിട്ടെന്നാണ് പറയുന്നത്. ആ നിയമത്തെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഞാനതൊരു വീഡിയോയിൽ കണ്ടതാണ്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കും, അതിനനുസരിച്ചിട്ട് അടുത്ത വീഡിയോയും ചെയ്യുന്നതാണ്. മുനമ്പം നിവാസികൾ മുമ്പ് കരമടച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി സർക്കാരാണ്. സർക്കാർ അതിന് പരിഹാരം കാണണം. സർക്കാരിൻ്റെ വീഴ്ചയാണ്. എങ്ങനെ
നാട്ടുകാരുടെ ഭൂമിക്ക് മറ്റുള്ളവർ കരമടക്കും. അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്. അതിൽ സർക്കാർ ഉത്തരം പറയണം. ചിലർക്ക് അവർ ജനിച്ച വീടിനോട് നാടിനോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റും ഒരു പ്രത്യേക മനോഭാവവും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ കുടിയിറക്കുക എന്നുള്ളതൊന്നും സാധ്യമായ ഒന്നല്ല. അതൊക്കെ കഴിഞ്ഞു, തെറ്റുകൾ സംഭവിച്ചു. ആ തെറ്റുകൾ ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കാം എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. ആ തെറ്റിനിടയിലും ആരെങ്കിലും മുതലെടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ കയ്യേറുന്നവർക്ക് കൊടുക്കാൻ പാടില്ല. വീടുകൾ ഉള്ളവരൊക്കെ അവിടെ വീട് വെച്ച് താമസിച്ചോട്ടെ, അവർക്ക് അവരുടെ പേരിൽ കരമടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. പക്ഷേ പള്ളിയൊക്കെ അനുവദിക്കണം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇതിൽ വേറൊരു വിഷയം കൂടിയുണ്ട്. ഒരാൾ മോഷ്ടിച്ച് ഒരു സാധനം നിങ്ങൾക്ക് വിറ്റു, അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉടമ ആരാണ് എന്നുള്ളത് ഒരു നിയമപരമായൊരു വിഷയമാണ്. നിങ്ങൾ പറയും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉടമ പറയുന്നു ഇത് എൻ്റെതാണെന്ന്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇതിൻ്റെ ഇടയിൽ മോഷ്ടിച്ചവർ ആണ് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണക്കാർ. അങ്ങനെ മോഷ്ടിച്ചവരെ ശിക്ഷിക്കുക, ഈ കള്ളന്മാരെ ശിക്ഷിക്കുക എന്നുള്ളത് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വാങ്ങിയവനും യഥാർത്ഥ ഉടമയും അവിടെ വഞ്ചിക്കപ്പെട്ടു, അവർക്ക് നീതി കിട്ടേണ്ടതാണ്. കുടിയിറക്കലൊന്നും ഒരു പരിഹാരമല്ല. എന്തായാലും ഈ വഞ്ചകർ, പ്രത്യേകിച്ചിട്ടും റവന്യൂ ഉദ്യോഗസ്ഥർ, അവർ പിന്നെ രാഷ്ട്രീയക്കാർ, വഖഫ് മന്ത്രി തന്നെ പറയുന്നു രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള വഖഫ് ഭൂമികളൊക്കെ അവർക്കറിയാലോ എവിടെയൊക്കെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന വഖഫ് ഭൂമികളുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ മറച്ചു വിട്ടിട്ടുണ്ട്, പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള കള്ളന്മാർ, ഉദ്യോഗസ്ഥ കള്ളന്മാർ, രാഷ്ട്രീയ കള്ളന്മാർ, ഇവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടണം, ഇരകൾക്ക് നീതിയും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.